ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷം രാജ്യമെങ്ങും സമുചിതമായി ആചരിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിൽ എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി സന്ദേശം നൽകി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി എറണാകുളം ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തി. തുടർന്ന് പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സിവിൽ വോളണ്ടിയർ വിഭാഗങ്ങളിലെ പ്ലട്ടൂണുകൾ നയിച്ച പരേഡിൽ മന്ത്രി പി രാജീവ് സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഭരണഘടനാ സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി കണക്കാക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണെന്നും 3/4 നൂറ്റാണ്ട് ഭരണഘടനയെ നിലനിർത്താൻ കഴിഞ്ഞത് കൂട്ടുത്തരവാദിത്തം കൊണ്ടാണെന്നും അതിനെ ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ഫെഡറലിസം ഭരണഘടനയുടെ അടിസ്ഥാന ശൈലികളൊന്നാണ്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ അധികാര പരിധികൾ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമായി നിയമനിർമ്മാണത്തിന്റെ അധികാരങ്ങളും ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നുള്ളതാണ്. 3/4 നൂറ്റാണ്ട് നിലനിന്ന് പോകാൻ കഴിഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ ഉൾക്കരുത്തിന്റെ പ്രതിഫലനമായിട്ടാണ് ഓരോരുത്തരും കാണേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളുണ്ടാകും, ആദർശങ്ങളുണ്ടാകും. പക്ഷേ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയെയും നിയമനിർമ്മാണ സഭയെയും സമൂഹത്തെയും നയിക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങളല്ല, ഓരോരുത്തരുടെയും ദർശനങ്ങളല്ല, ഓരോരുത്തരും സാംസ്കാരികമായ അസ്തിത്വമല്ല. അവരെ നയിക്കുന്നത് ഭരണഘടനാ മൂല്യമാണ്. ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. കേരളം ഈ വർഷം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ആ പ്രഖ്യാപനം ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെ, എല്ലാവർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ അവകാശത്തിന്റെ ഒരു പ്രഖ്യാപനമായി മാറും. കേരളം ഈ വർഷം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോവുകയാണെന്നും ഈ പ്രഖ്യാപനം ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിന്റെയും എല്ലാവർക്കും അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവകാശത്തിന്റെയും ഒരു പ്രഖ്യാപനമായി മാറുമെന്നും സന്ദേശം നൽകിക്കൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, കളക്ടർ NSK ഉമേഷ്, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അശ്വതി ജിജി, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, ഡെപ്യൂട്ടി കളക്ടർമാരായ VA അബ്ബാസ്, റേച്ചൽ വർഗീസ്, ഹുസൂർ, ശിരസ് തദാർ, അനിൽകുമാർ മേനോൻ, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.